ഇത്രയും വലിപ്പമുള്ള കല്ലാണ്. ഇത് 2.6 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടുപോലെ തന്നെ എനിക്ക് സർജറി ആയിരുന്നു കഴിഞ്ഞ മാസം 5-ാം തീയതി. എന്റെ പിത്തസഞ്ചി ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ടി വന്നു. അതിൽ കല്ലായിരുന്നു കേട്ടോ. അപ്പോ എനിക്ക് കല്ലുണ്ടെന്ന് എപ്പോഴാണ് കണ്ടുപിടിച്ചത്, പിന്നെ എത്ര നാൾ ഞാൻ ഇതിനെ കൊണ്ട് നടന്നു, പിന്നെ സർജറിയിലോട്ട് പോകാനുള്ള കാരണം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. എനിക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്ന് അറിയുന്നത് പ്രഗ്നൻസിയിലാണ് കേട്ടോ. പ്രഗ്നൻസിയിലാണ് അത് കണ്ടുപിടിക്കുന്നത്. അത് എനിക്കൊന്ന് 7-ാം മാസത്തിലാണ് എനിക്ക് ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയത്. 7-ാമത്തെ മാസം കഴിഞ്ഞ് 7-ാം മാസം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോഡി ഫുള്ളായിട്ട് ചൊറിയാൻ തുടങ്ങി. ബോഡി ഫുള്ളായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, 2 കാല് 2 കൈ മുതുക്. വയറൊന്നും അങ്ങനെ ചൊറിയില്ലായിരുന്നു. ഇത് സാധാരണ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും വയറൊക്കെയാണ് ചൊറിച്ചിൽ വരുന്നത്. അതെനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വരാറുണ്ടായിരുന്നു അങ്ങനെ വയറിൽ മാത്രമായിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ലായിരുന്നു. 2 കാല് 2 കൈ മുതുക് ചൊറിഞ്ഞിട്ട് എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. 2-3 ദിവസം നോക്കി, പക്ഷെ കുറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ അന്ന് എന്റെ ഡോക്ടർ ഇല്ലായിരുന്നു. എന്നിട്ടും ഞാൻ കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചു. കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ ഡോക്ടർ കാഷ്വാലിറ്റി ഇപ്പം OP-യിലുള്ള ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ ചെങ്ങന്നൂർ KM ചെറിയാൻ ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ ലീലാമണി ഡോക്ടർ ആയിരുന്നു അന്നേ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ രേഖ ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലീലാമണി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റിന് എഴുതി. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ബ്ലഡിന്റെ റിസൾട്ട് കിട്ടി. അതിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ALP എന്ന് പറയുന്ന ഒരു ഇത് ഹൈ ആയിരുന്നു. പിന്നെ ടോട്ടൽ കൗണ്ട് ഒക്കെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ മേഡം പറഞ്ഞു രേഖ മേഡം ലേബർ റൂമിൽ വന്നിട്ടുണ്ട്, അവിടെ പോയി കാണാൻ പറഞ്ഞു. അവിടെ പോയി കണ്ടു. അഡ്മിഷൻ ആവുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്തു. 2-ാമത്തെ ദിവസം അഡ്മിറ്റ് ആയ 2-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സ്കാൻ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് പിത്തസഞ്ചിയിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കല്ലുണ്ട്. 2 സെന്റിമീറ്റർ ആണ് അന്നത്തെ ആ ഒരു മെഷർമെന്റ് പറഞ്ഞത്. 2 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു എനിക്ക് 7 മന്ത് ഉള്ള സമയത്ത് പ്രഗ്നൻസിയിൽ. അപ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കല്ല്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ അലിയിച്ച് കളയാനുള്ള സ്റ്റേജും അല്ല, കാരണം അത്രയും വലുതായി, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്, പിത്തസഞ്ചിയിൽ കല്ല്. ഇതൊക്കെ ഞാൻ അന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ അതിന് മുന്നേ കേട്ടിട്ടില്ല. കിഡ്നി സ്റ്റോൺ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ അതൊക്കെ എന്തുവാണ് ഞാൻ ഇന്ന് വിചാരിച്ചേ. അപ്പൊ ഞാൻ കരുതി പ്രഗ്നൻസി വന്നില്ലേ, പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും അത് തന്നെ പൊക്കോളും എന്നായിരുന്നു എന്റെ ഒരു ധാരണ. അത് കഴിഞ്ഞ് പ്രഗ്നൻസി കഴിഞ്ഞു. കുഞ്ഞിന്റെ ഒരു 4 മാസമായ സമയത്ത് അതുവരെ എനിക്ക് വേറെ പെയിനൊന്നും വന്നിട്ടില്ല. ഞാൻ എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു. ഒരു പെയിനൊന്നും വന്നിട്ടില്ല. ഒരു കുഞ്ഞിന്റെ 4 മാസമായ സമയത്ത് ഞാൻ മൂത്ത കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് വയർ ഫുള്ളായിട്ട് പെയിൻ എടുക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ തന്നെ വയർ ഫുള്ളും പെയിൻ എടുക്കുന്നത് മാറിയിട്ട് പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുതുകത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന പോലെ ഷോൾഡർ വരെ വരുന്ന കണക്കുള്ള ഒരു വലിയൊരു പെയിൻ വരാൻ തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്ന വേദന. ഞാൻ വിചാരിച്ചു ഗ്യാസ് ആയിരിക്കുമെന്ന് കരുതി. ഞാൻ ഓടിപ്പോയി ജലൂസിന് എടുത്ത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കുഞ്ഞ് കല്ലെങ്ങാനും ട്യൂബ് വഴി പോയി കാണും, അതായിരിക്കും എനിക്ക് പെയിൻ വന്നതെന്ന് തോന്നുന്നു. അത് പോയി കഴിഞ്ഞപ്പോൾ പെയിൻ മാറി കാണും. വൊമിറ്റ് ചെയ്ത ശേഷം എനിക്ക് പെയിൻ ഇല്ല. അപ്പോഴത്തേക്കും ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വയ്യ, വയറ് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചേ ഓടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പെയിനൊക്കെ മാറി, നമുക്ക് പോകണ്ടാന്ന്, ഗ്യാസ് ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് ഇരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുപോലെ പെയിൻ വന്നു. രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് മാറിയത്. കാഷ്വാലിറ്റി ഡോക്ടറാണ് പറഞ്ഞത് ഈ സ്റ്റോണിന്റെ പ്രശ്നമാണ്, അതാണ് ഇങ്ങനെ പെയിൻ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്. അതുവരെ ഞാൻ മറന്നിരിക്കുമായിരുന്നു ഇങ്ങനൊരു സംഭവം എനിക്കുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത് ശരിയാ, ഇതേപോലെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടല്ലോ, പിത്തസഞ്ചിയിൽ കല്ലുള്ളായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ എന്ന് ഞാൻ അന്നേരമാണ് ഓർത്തത്. ഒരു ദിവസം ഞാൻ ഗ്യാസ്ട്രോ സർജനെ പോയി കണ്ടു. സർജനെ കണ്ടപ്പോൾ സ്കാനിങ് എഴുതി തന്നു. സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് 2 സെന്റിമീറ്റർ ആയിരുന്ന കല്ല് 2.6 സെന്റിമീറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ ഒന്നും എടുത്തിട്ട് കാര്യമില്ല, മെഡിസിൻ എടുത്താലൊന്നും പോവില്ല, അത്രയും വലിയ കല്ലായി കഴിഞ്ഞു, നമുക്ക് സർജറിയാണ് ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സർജറി കിട്ടുമ്പോൾ പേടിയായി തുടങ്ങി. കാരണം എനിക്ക് സർജറി എന്ന് പറഞ്ഞാലേ പേടിയാ. ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാ. അതുപോലെ കുഞ്ഞിനെ ആരും നോക്കും, കുഞ്ഞിനെ അങ്ങനെ ഫീഡ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു കുറേ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ കയറാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അടുത്തൊരു പെയിൻ വരുന്നോ നോക്കാം. അതായത് വലിയൊരു കല്ലാണ്. അപ്പൊ അത് കാരണം ഇനി ഒരു പെയിൻ വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് അടുത്ത പെയിൻ വരുവാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം. കുഞ്ഞിനിപ്പോ 5 മാസമൊക്കെ ആയതല്ലേ ഉള്ളൂ. അപ്പം ഇപ്പൊ ഫീഡിങ് ചെയ്തോണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് അത് കഴിഞ്ഞ് പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അടുത്ത പെയിൻ വരുമ്പോൾ എന്തായാലും വരണം, നമുക്ക് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിടുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ആകെപ്പാടെ ടെൻഷനായി. യൂട്യൂബിൽ നോക്കാൻ തുടങ്ങി പിത്തസഞ്ചിയിലെ കല്ല് ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെ റിമൂവ് ചെയ്യുക. ഇതായിരുന്നു എന്റെ സെർച്ച് ഹിസ്റ്ററി ഫുള്ള് ആ ഒരു കുറച്ച് ദിവസത്തേക്ക്. പിന്നെ അതെല്ലാം ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു എന്റെ പിത്തസഞ്ചിയിലെ കല്ല് ഹോമിയോ മെഡിസിൻ കഴിച്ചപ്പോൾ മാറി. അപ്പൊ അതിന് താഴെ കുറെ പേര് നല്ല പോസിറ്റീവായിട്ട് കുറെ കമന്റ്സ് ഇട്ടേക്കണം. അപ്പൊ എനിക്കതൊരു ഇതായിട്ട് തോന്നി. അപ്പം ഹോമിയോ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പിത്തസഞ്ചിയിലെ കല്ല് പോവും എന്നുള്ള ഇതായി.
അങ്ങനെ ഞാൻ അടുത്തുള്ള ഹോമിയോ ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ മെഡിസിൻ ഒക്കെ എഴുതി തന്നു. ഞാനൊരു 3 മാസം കറക്റ്റായിട്ട് കഴിച്ചിട്ട് 3-ാമത്തെ മാസം പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 2.6 സെന്റിമീറ്റർ ആയിരുന്നു കല്ല്, 2 സെന്റിമീറ്റർ ആയി. അപ്പൊ എനിക്ക് വിശ്വാസമായി, അപ്പൊ എന്തായാലും ഇത് ഹോമിയോ മെഡിസിനിൽ പോകും. അങ്ങനെ കുറെ ദിവസം മെഡിസിൻ കഴിച്ചു. കുഞ്ഞിന് 1 വയസ്സായി. അതായത് ഒരു 6 മാസത്തോളം മെഡിസിൻ 6 7 മാസത്തോളം ഞാൻ ഹോമിയോ മെഡിസിൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം ഞാൻ ഇടയ്ക്ക് വെച്ച് മെഡിസിൻ സ്റ്റോപ്പാക്കി എന്ന് പറഞ്ഞാൽ കുറെ ദിവസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ 3 മാസം കഴിച്ചപ്പോൾ തന്നെ അത് കുറെ കുറഞ്ഞു. അപ്പോൾ ഇത്രയും മാസം കഴിക്കുമ്പോൾ അത് മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് പോയി കാണും. ഇനി മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം കാണത്തില്ല എന്നായിരുന്നു എന്റെ മൈൻഡിൽ. അപ്പൊ സ്കാനും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഒരു ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലൊക്കെ പോയി തിരിച്ചു വന്ന് ഓണസമയം ആയ സമയത്ത് ഓണത്തിന് ഒരു 10-15 ദിവസം മുന്നേ എനിക്ക് പിന്നെ ഇതുപോലെ പെയിൻ വന്നു. ഭയങ്കര പെയിൻ ആയിരുന്നു. പെയിൻ വന്നിട്ട് ഇനി മാറുന്നുണ്ടായിരുന്നു. ഞാൻ ജെലൂസിന്റെ അടുത്ത് കുടിക്കുന്നു, എന്നിട്ടും പോകുന്നില്ല. ഭയങ്കര പെയിൻ ആയിരുന്നു. അങ്ങനെ പെയിൻ വന്നു. ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. അതായത് ഓണത്തിന്. അപ്പൊ അഡ്മിറ്റായി CT എടുത്തപ്പം പറഞ്ഞു കല്ല് 2.6 സെന്റിമീറ്റർ തന്നെ കല്ലിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷോക്കായി. കാരണം ഞാൻ വിചാരിച്ചു കല്ല് ഫുള്ളും പോയെന്ന്. ഇതിപ്പോ 2.6 സെന്റിമീറ്റർ തന്നെ പിന്നെയും കല്ലിരിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി പോയിട്ട് പിന്നെയും വന്നതാണോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സർജറി തന്നെ ചെയ്യണം. സർജറി ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ട്യൂബിലൊന്നും കല്ലിരിപ്പില്ല. മറ്റേ ട്യൂബിൽ കല്ലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് വേറെ ട്യൂബ് ഇട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സ്റ്റെന്റ് ഇടണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നില്ല. ജസ്റ്റ് സർജറി മാത്രം ചെയ്താൽ മതി. ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്റെ അപ്പോഴത്തെ പൊട്ട ബുദ്ധിയില് ഞാൻ വിചാരിച്ചു ഞാൻ ഈ 1 മാസം ഹോമിയോ മെഡിസിൻ നടത്തിയത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്. ഞാൻ കാരണമാണ് എനിക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നത് എന്ന് ഞാൻ എന്നെ തന്നെ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്തായാലും ഒരു അടുത്ത ഹോമിയോ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കല്ല് ഫുള്ളും പൂർണ്ണമായിട്ട് നിർത്താതെ കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എനിക്ക് ഈ അവസ്ഥ ഇനി വരത്തില്ല. എന്തായാലും കല്ല് പോകുന്നു കരുതി. അപ്പൊ ഇവര് ഹസ്ബൻഡും ഡോക്ടറും കൂടെ ഒരു സൈഡിലെ സർജറിയുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പൊ ഇച്ചാന് എങ്ങനെയും സർജറി അന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അപ്പൊ തന്നെ ചെയ്യണം. ഇതിന് വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കുറെ നാളായി ഇതിന്റെ പിറകെ നടക്കുന്നത്. എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ട് എന്തായാലും ചെയ്തിട്ട് പോയാൽ മതി എന്നാണ്. ഓണപരീക്ഷയില്ലേ, അത് നമുക്ക് കൊച്ചമ്മയോട് വിളിച്ച് ഇവിടെ കൊച്ചമ്മയുടെ അടുത്ത് പറയാം, സ്കൂളിൽ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ചെയ്യാന്ന്. പിന്നെ വിചാരിച്ചു സർജറി ഭയങ്കര പേടിയാ. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി, എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി. പക്ഷെ സർജറി ഒക്കെ ശനിയാഴ്ച എങ്ങാണ്ടൊക്കെ തീരുമാനിച്ചു. അന്ന് വ്യാഴാഴ്ച എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഞാൻ ഡിസ്ചാർജ് വരുമ്പോൾ. ശനിയാഴ്ച സർജറിയുടെ കാര്യമൊക്കെ തീരുമാനിച്ച് ഇവര് ഉറപ്പിച്ച് വെച്ചേക്കുക. അപ്പൊ ഞാൻ അന്ന് വ്യാഴാഴ്ച ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിന്ന് വീട്ടിൽ പോകണം, വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ, എനിക്ക് സർജറി വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇത് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ഓണം കഴിഞ്ഞിട്ടൊക്കെ വരാം, കുഞ്ഞിന്റെ എക്സാം ഒക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഇച്ചാരോട് ഞാൻ പറഞ്ഞു എനിക്ക് സർജറി എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെയും ഹോമിൽ പോയി അവിടെ നിന്ന് മെഡിസിൻ മേടിച്ച് കഴിച്ചു. 2-3 മാസം കഴിച്ചിട്ട് ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 2.6 ആയിരുന്നത് 2.3 ആയി. അപ്പൊ എനിക്ക് പിന്നെ സമാധാനം. അപ്പോഴേ ആ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഇത്രയും വലിയ കല്ലാണ് കുഞ്ഞെ, ഇത് പോകത്തില്ല. ഹോമിയോ മെഡിസിനിൽ ഇത്രയും വലിയ കല്ല് പോയ ചരിത്രമില്ല. ഞാൻ കുറെ വർഷമായിട്ട് ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ തിരുവല്ല പോയത്. അപ്പം ഞാൻ ഇന്ന് വരെ ഇത്രയും വലിയ കല്ലൊന്നും ഹോമിയോ മെഡിസിനിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് വച്ചോണ്ടിരിക്കുന്നത് ICUയിൽ വരെ കയറേണ്ട അവസ്ഥ വരും. കാരണം അത് അത്രയും ഡേഞ്ചറാണ്. മോള് കരുതുന്ന പോലെ അല്ല. സ്കാൻ ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിരുവാണ് അത്രയും വലിയ കല്ലാണ്. പിന്നെ ഇത് പാൻക്രിയാസിലൊക്കെ ബാധിച്ച്, മഞ്ഞപ്പിത്തം ബാധിച്ച്, ലിവറിൽ ബാധിച്ച്, പിന്നെ ജീവൻ വരെ പോവും. അതാണ് അതിന്റെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്. കാരണം ഇപ്പൊ തന്നെ ഇത് എടുത്ത് കളയണം. അത്രയ്ക്ക് ഡേഞ്ചർ ആണ് ഈ സംഭവം വച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എനിക്ക് ചെറിയൊരു പേടി തോന്നി. അപ്പൊ അതുപോലെ ഡോക്ടർ പറയുകയും ചെയ്തു ഇത്ര വലിയ കല്ലൊന്നും ഹോമിയോ മെഡിസിനിൽ പോയില്ല. ഞാൻ ഇന്നുവരെ അത് കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും വർഷം നല്ല പ്രായമുള്ള ഒരാളാണ്. അപ്പൊ ഇത്ര വർഷമായിട്ട് ഇരുന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ പോയി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ കേട്ടപ്പോൾ പിന്നെ കിളിയൊക്കെ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങി. എന്നാലും ഞാൻ വിശ്വസിച്ചില്ല. അത് വിശ്വസിച്ച് പിന്നെ ഞാനത് ഹോമിയോ മെഡിസിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഡിസംബർ അല്ല നവംബർ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ടി വന്നു. കുഞ്ഞിന് ഒരാഴ്ച ലീവ് വന്നു. അപ്പൊ ലീവ് വന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോയി ദൈവം എന്നെ കൊണ്ടുപോയെന്നാണ് പറയാം. കാരണം ഇവിടെ ആണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് എന്നിട്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. വീട്ടുകാരെല്ലാവരും ട്രിവാൻഡ്രം ആണ്. ഞങ്ങൾ രണ്ടും ട്രിവാൻഡ്രം ഉള്ളവരാണ്. അപ്പൊ അവിടെയാണ് വീട്ടുകാരെല്ലാവരും ഉള്ളത്. അപ്പൊ ഞാൻ അവിടെ പോയി ഒരു ദിവസം ഞങ്ങൾ വെട്ടാട് ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ 2 പൊറോട്ടയാണ് കഴിച്ചത്. പൊറോട്ട കഴിച്ച് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നു, കിടന്നു, ഉറങ്ങി. ഒരു 2 മണിയായപ്പോൾ എനിക്ക് പെയിൻ തുടങ്ങി. സഹിക്കാൻ പറ്റുന്ന പെയിനൊക്കെ ആദ്യം ഞാൻ സഹിച്ചു. പിന്നെ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു പോവാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലർ എടുത്തു.
അപ്പോഴത്തേക്ക് മാറി. ആദ്യത്തെ പെയിനുള്ള അടുത്ത് മാറിയില്ല, പിന്നെയും ഒന്നുകൂടെ എടുത്തപ്പോൾ മാറി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം പിറ്റേ ദിവസം തിരിച്ചു വരാം, ചെങ്ങന്നൂർ വരാം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ പോയി വൈകിട്ടായപ്പം, പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി അമ്മ എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടു തന്നു. ചായ കുടിച്ചു. ചായ കുടിച്ച് നേരം മുതൽ എനിക്ക് എന്തോ ഒരു പെയിൻ തുടങ്ങി എന്നുള്ളൊരു ചെറിയൊരു പെയിൻ ഇങ്ങനെ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ പെയിനല്ലേ, മാറിക്കോളും. ഞാൻ പുറത്തുനിന്ന് വേറെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, ചായ മാത്രമല്ലേ കുടിച്ചോളൂ എന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് വരുന്ന വഴി കാറിലിരിക്കുമ്പോഴത്രയും എനിക്ക് പെയിൻ കൂടി വരുന്നതായിട്ട് തോന്നി. വീട്ടിലോട്ട് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര വേദനയായിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു സഹിക്കാം, ഇത് മാറുമായിരിക്കും, ഒരു വൊമിറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് മാറുമായിരിക്കും വിചാരിച്ചു. വീട്ടിലോട്ട് ഇറങ്ങി വരുന്ന സമയത്തൊക്കെ നല്ല പെയിൻ ആയിരുന്നു. ചെറിയൊരു ഇറക്കമുണ്ട്, ആ ഇറക്കം ഇറങ്ങിയിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഇറക്കത്തിലൊക്കെ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ഇറങ്ങി വന്ന് കുഞ്ഞിന് എങ്ങനെയൊക്കെ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വൊമിറ്റ് ചെയ്യുന്നുണ്ട്, 2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മാറി, അപ്പോൾ മാറി, ചെറുതായിട്ടൊന്ന് മാറി. വൊമിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറും. മാറിയിട്ട് അമ്മ പറഞ്ഞു, ഇനി വൊമിറ്റ് ചെയ്തതല്ലേ, വയറിലൊന്നും കാണത്തില്ല, എന്തായാലും കുറച്ച് കഞ്ഞി തരാം, അത് കുടിക്കുന്നു. കഞ്ഞി കുടിച്ച് എനിക്ക് പിന്നെ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. 10 മണിയായപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു. ജിജി ഹോസ്പിറ്റലാണ് പോയത്, കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. അവിടെ വന്നപ്പോൾ കല്ലിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു. സ്കാൻ റിപ്പോർട്ടൊക്കെ എനിക്കൊന്ന് 2-3 സ്കാൻ റിപ്പോർട്ടൊക്കെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു കൊടുത്തപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഈ സ്റ്റോണിൻ്റെ തന്നെയാണ് പെയിൻ വരുന്നത്, കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡായി വരുമായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് എഴുതാം. എനിക്ക് പെയിൻ കില്ലർ എടുത്തിട്ട് മാറുന്നുണ്ടായിരുന്നില്ല എൻ്റെ പെയിന്. CT എടുത്തു, പിറ്റേ ദിവസം CT എടുത്തു. പിന്നെ റൂമിൽ വന്നു, പെയിൻ കില്ലറൊക്കെ എടുത്തു, പെയിൻ മാറി. CT എടുത്തു, പിറ്റേ ദിവസം CT എടുത്തു. CT എടുത്തപ്പോൾ 2.6 ആണ് കല്ലിൻ്റെ വലിപ്പം. അപ്പം ഞാൻ അങ്ങ് അന്തം വിട്ടുപോയി. കാരണം തൊട്ട് കഴിഞ്ഞ മാസം, അത് നവംബറിൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 2.3 ആയിരുന്നത് പെട്ടെന്ന് 2.6 വന്നു. അപ്പോൾ ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നിട്ടും എനിക്ക് 2.6 വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. ഇത് മാറത്തില്ലേ, ഇതെന്തോ വീണ്ടും വലിപ്പം കൂടിയതെന്നുള്ള ടെൻഷനായി തുടങ്ങി. അപ്പം പറഞ്ഞ് നമുക്ക് MRCP കൂടി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. MRCP എടുക്കാമെന്ന് പറഞ്ഞ് പോയ സമയത്ത് മെട്രോയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ MRCP സ്കാനിങ് ഇല്ല, അപ്പം പുറത്ത് മെട്രോ പോയാണ് ചെയ്യാൻ. അപ്പോൾ ഇവരാണ് കൊണ്ടുപോകുന്നത്. ഇവർ കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞ്, മെട്രോന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, വെള്ളവും പഞ്ചസാരയും ചേർക്കാത്ത ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് കൂടി കയ്യിൽ കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഇച്ചാനും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി സ്കാനിന് കിടക്കുന്നതിന് മുന്നേ തന്നെ എന്നെ കൊണ്ട് ഒരു ഗ്ലാസ് ഈ പൈനാപ്പിൾ ജ്യൂസ് കുടിപ്പിച്ചു. അപ്പോഴേ എനിക്ക് തുടങ്ങി പെയിനെന്ന് പറഞ്ഞാൽ നല്ല ചെറിയ പെയിന് തുടങ്ങി. അപ്പം 3/4 മണിക്കൂറോളം ഈ MRCPയുടെ സ്കാനിങ് ഉണ്ട്, അത് സ്കാൻ ചെയ്തു. അതുപോലെ ഈ വെയിറ്റ് എല്ലാം കൂടെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പെയിൻ തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതി സ്കാൻ കഴിഞ്ഞു പുറത്ത് വന്നു, റൂമിലോട്ട് വന്നു. റൂമിൽ വന്ന് ഞാനത് പറഞ്ഞു, സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞല്ലോ, നമുക്ക് അപ്പോൾ ഇന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചു. അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നതിന് ശേഷം പിന്നെ ഫുഡ് എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു 2 ദിവസത്തേക്ക്. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദോശ കഴിച്ചു. ഞാൻ അതിനുശേഷം അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിടന്ന് വേദന സഹിക്കുന്നതിനെക്കാട്ടി ചാകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് പെയിനായിരുന്നു. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് അറിയത്തില്ല, അത്രയ്ക്ക് പെയിൻ. ഞാൻ ഒരു 3 പ്രാവശ്യത്തോളം ഞാൻ മുന്നേ ഈ പെയിൻ വന്നിട്ട് കല്ലിങ്ങനെ ഇറങ്ങി ട്യൂബിൽ ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ അനുഭവിക്കാത്തൊരു പെയിൻ അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ അപ്പോൾ വിചാരിച്ചു ഡെലിവറി പെയിനൊക്കെ എന്തുവാ, ഇതൊക്കെയാണ് പെയിൻ. ഓരോ പെയിൻ കില്ലേഴ്സ് മാറി മാറി തരുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മാറുന്നില്ല. രാത്രി 7 മണിക്കെങ്ങാണ്ട് തുടങ്ങിയ പെയിനാ രാവിലെ 2 മണി വരെ. അന്നേരം എൻ്റെ ഒരു നേഴ്സ് കൊണ്ട് പറഞ്ഞു, ഈ പെയിന് ശ്രദ്ധിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവരെന്ത് പറഞ്ഞ വർത്താനമാണ്, ഈ പെയിൻ ശ്രദ്ധിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന്. നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റും? നമ്മുടെ ദേഹത്ത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തിൽ ഒരു പെയിൻ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ അത് ശ്രദ്ധിക്കാതെ എങ്ങനെ കിടന്ന് ഉറങ്ങും? ഒരു മനുഷ്യന്റെ ദേഹത്ത് പെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റൂ? എനിക്കത് അറിയത്തില്ല. ഇവരെങ്ങനെയാ അങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. അത്രയും പെയിൻ സഹിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് അവർ വന്ന് പറയുക. എനിക്ക് അന്നേരം നല്ല പറയാനുണ്ടായിരുന്നു, പക്ഷെ ആ പെയിൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല. എനിക്ക് ആ ഒരു നേഴ്സിന്റെ ഒരു സ്വഭാവം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഹോസ്പിറ്റലിൽ.
ലാസ്റ്റ് ഒരു എടുത്തൊരു പെയിൻ കില്ലർ എടുത്തു. അത് ഫെൻഡൻ അങ്ങനെ എന്തൊരു പേര് പറയുന്നത് കേട്ടോ. ഫെൻഡാന്നാണെന്ന് തോന്നുന്നത് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല അത് കറക്റ്റായിട്ട്. അത് ആ ഒരു പെയിൻ കില്ലർ എടുത്ത ശേഷം ഞാൻ ഉറങ്ങി. പെട്ടെന്ന് തന്നെ അതിന് സഡേഷൻ ഉള്ളതാണെന്ന് തോന്നുന്നു ആ പെയിൻ കില്ലർ. അത് പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങി. ഈ ഒരു കാര്യം പറയാൻ വിട്ടോ കേട്ടോ. എന്റെ സർജറി ഒക്കെ ചെയ്തത് ഡോക്ടർ അരുൺകുമാറാണ്. അരുൺകുമാർ ആൻഡ് ടീമാണ്. നല്ല ഡോക്ടറാണ്, നല്ല സ്നേഹമാണ്. നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഡോക്ടറും ടീമും അല്ല ഓരോരുത്തരും നമ്മുടെ നല്ല സ്നേഹവും നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുകയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ഒത്തിരി സ്ട്രെസ് ഇല്ലാതെ ഒത്തിരി ടെൻഷൻ ഇല്ലാതെ നമുക്ക് സർജറിക്ക് പോകാനൊക്കെ പറ്റും. അവരങ്ങനെയാണ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. പിറ്റേ ദിവസം വേറെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ബിലിറുബിൻ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡെയിലി ഇപ്പൊ പെയിൻ വരുന്നുണ്ടല്ലോ, പെയിൻ നിർത്താതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്യൂബിൽ ചെറിയ കല്ലോ പൊടിയോ എന്തൊക്കെ കാണും. അപ്പൊ നമുക്കത് എൻഡോസ്കോപ്പി ചെയ്ത് സ്റ്റെന്റ് ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇടുന്നെങ്കിൽ ഇന്ന് തന്നെ ഇടണം, ഇന്ന് വൈകിട്ട് ഇടണം, നാളെ സർജറിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് റെഡി ആവും വേണമെന്ന് പറഞ്ഞു. അനസ്തേഷ്യ തന്നിട്ടാണ് എനിക്ക് സ്റ്റെന്റ് ഇട്ടതും സ്റ്റെന്റ് എടുത്തതും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അനസ്തേഷ്യ തന്നിട്ടാണ് ഇട്ടത്. അപ്പം അനസ്തേഷ്യ തന്നു. പിന്നെ ഞാൻ അറിഞ്ഞില്ല. പിന്നെ സ്റ്റെന്റ് ഒക്കെ ഇട്ട ശേഷം റൂമിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം അന്ന് പെയിൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, സ്റ്റെന്റ് ഇട്ടത് മെഡിക്കൽ സർജൻ അനൂപ് ഡോക്ടറാണ് കേട്ടോ. പുള്ളിക്കാരനെ കണ്ടിട്ട്, ഹസ്ബൻഡിനെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ആ ട്യൂബിൽ ഫുള്ളും ചെളി പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സ്റ്റെന്റ് ഒരെണ്ണം ഇടാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്തത്, പക്ഷെ രണ്ടെണ്ണം ഇടേണ്ടി വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് വലിയ പെയിൻ വന്നില്ല. പിന്നെ പിറ്റേന്ന് അന്ന് 8:30 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു റൂമിലോട്ട് കൊണ്ടുവന്നു. 8:30 9 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു റൂമിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പിറ്റേന്ന് തന്നെ ഓപ്പറേഷന് റെഡിയാക്കുകയും ചെയ്തു. രാവിലെ 9 മണിക്കാണോ, എനിക്ക് ടൈം കറക്റ്റ് അറിയത്തില്ല കേട്ടോ, ഓർമ്മയില്ല. എല്ലാം പെട്ടെന്ന് രാവിലെ സർജറിക്ക് കൊണ്ടുപോയി. സർജറിക്കും ജനറൽ അനസ്തേഷ്യ തന്നെ, ഫുള്ളായിട്ട് മയക്കിട്ട് തന്നെയായിരുന്നു സർജറിക്ക് ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. അനസ്തേഷ്യ മാഡം എൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ വന്നിട്ട് കയ്യിൽ തൊട്ടു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറന്നപ്പം എനിക്ക് ചെസ്റ്റിന്റെ ഇവിടെ ആയിട്ട് പെയിൻ തോന്നി. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഞാൻ മനസ്സിലായത്. അപ്പം ഒരു ഹോള് പൊക്കിളുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ഹെർണിയുടെ ഓപ്പറേഷനും കൂടെ അവർ ചെയ്തു. ഇവർ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഹെർണിയുടെ ചെറിയൊരു ഇത് കണ്ടു. അതുകൊണ്ട് അവർ അതും കൂടെ ചെയ്യും. ടോട്ടൽ 4 ഹോളുണ്ട്. അതിനുശേഷം എനിക്ക് അങ്ങനെ പെയിൻ കില്ലർ തരുന്നതുകൊണ്ട് അത്രയും പെയിൻ ഒന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം, ഇന്ന് സർജറി ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഡിസ്ചാർജ് തന്നായിരുന്നു. അതുപോലെ എനിക്ക് ചെറിയ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. ഗുളിക കഴിക്കും, പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റിച്ചിന്റെ പെയിൻ എല്ലാം മാറി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റിച്ചിന്റെ പെയിനൊക്കെ മാറി. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയും ഗോൾ ബ്ലാഡർ ഇരുന്ന് കണക്ക്, അതായത് പിത്തസഞ്ചി ഉള്ളതുപോലെ പെയിൻ വരാൻ തുടങ്ങി. എനിക്ക് വല സൈഡിൽ തന്നെ ബ്രസ്റ്റിന്റെ താഴെയായിട്ട് ഭയങ്കരമായിട്ട് വേദന വരാൻ തുടങ്ങി. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ കാഷ്വാലിറ്റി പോയി. വേദനയായിട്ട് വിളിച്ച് ചോദിച്ചു പറഞ്ഞു, കാഷ്വാലിറ്റി വരാൻ പറഞ്ഞു. അങ്ങനെ പോയ സമയത്ത് അത് സ്കാൻ ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റെന്റ് ഇട്ടേക്കുന്ന കുഴപ്പമാണ്. സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വേദന വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര വേദനയായിരുന്നു. സ്റ്റെന്റ് ഇളക്കുന്ന വരെയും 3 ആഴ്ചയാണ് എനിക്ക് പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയാണ് സ്റ്റെന്റ് ഇളക്കുമെന്ന് പറഞ്ഞത്. സ്റ്റെന്റ് ഇളക്കുന്നതിന് അന്ന് വരെയും എനിക്കൊന്ന് ഭയങ്കര പെയിൻ ആയിരുന്നു. എനിക്ക് പിത്തസഞ്ചി അവിടെ തന്നെ ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ അവിടെ ഇങ്ങനെ പെയിൻ തോന്നിയിട്ട്, പിത്തസഞ്ചി ഇരുന്ന് അവിടെ പെയിൻ തോന്നിയിട്ട് അതിങ്ങനെ ബാക്കിലോട്ട് സ്പ്രെഡ് ആവുന്ന പോലെ എനിക്ക് തോന്നി. സ്റ്റെന്റ് ഇട്ടൊക്കെ ഇത്രയും പെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഓണ സമയത്ത് അഡ്മിറ്റ് ആയപ്പോൾ ചെയ്യേണ്ടതായിരുന്നു. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞതാണ്, വേറുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇതിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ എടുത്ത് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ അത് വകവയ്ക്കാതെ അവിടുന്ന് സർജറി പേടിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. പക്ഷെ അന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സ്റ്റെന്റ് ഇടേണ്ടി വരത്തില്ലായിരുന്നു. എനിക്ക് ഈ 3 ആഴ്ചത്തെ പെയിന് സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പിത്തസഞ്ചിയിൽ കല്ലുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം എനിക്ക് തന്നെ ലിവറിലും പാൻക്രിയാസിലൊക്കെ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബിലിറുബിൻ കൂടി വരുന്നുണ്ടായിരുന്നു, അതായത് മഞ്ഞപ്പിത്തം കൂടി വരുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ഇച്ചിരി അത് പ്രശ്നമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിത്തസഞ്ചി തന്നെ. അത് എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ കല്ല് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. എടുത്തിട്ട് ഞങ്ങൾക്ക് കൈ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എന്റെ പിത്തസഞ്ചിയിലെ കല്ല്. ദേ കണ്ടല്ലോ, ഇത്രയും വലിപ്പമുള്ള കല്ലാണ് ഇത്. 2.6 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം. ഇതാണ് കല്ല്, കണ്ടല്ലോ. ഇത്രയാണ് ഇതിന്റെ വലിപ്പം. അതായത് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ണ്ടല്ലോ, ഇതാണ് എന്റെ പിത്തസഞ്ചി ഇതിനടുത്ത കല്ല്. അപ്പൊ കൂടുതൽ റിസ്കിലേക്ക് പോകുന്നതിനെക്കാട്ടി നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ 2 വർഷത്തോളം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് മാറും എന്ന് വിചാരിച്ച് ഹോമിയോ മെഡിസിനൊക്കെ കഴിച്ചു. ആദ്യമൊക്കെ ഹോമിയോ മെഡിസിൻ കഴിച്ച എനിക്ക് മാറ്റം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. പക്ഷെ വർക്കായില്ല എനിക്ക്. എന്ത് ചെയ്യാൻ. അപ്പൊ ഇതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഒത്തിരി സങ്കടങ്ങളും ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു ഘട്ടം വരെ എത്തിയ ഒരു മാസമായിരുന്നു കഴിഞ്ഞ മാസം ക്രിസ്മസ്.
ലാസ്റ്റ് അതായത് കഴിഞ്ഞ 2024 എന്ന് പറയുന്നത് ആ ഒരു ലാസ്റ്റ് മാസം എനിക്ക് ഭയങ്കര ഒരു വിഷമം നിറഞ്ഞ ഒരു മാസമായിരുന്നു. പെട്ടെന്ന് അഡ്മിറ്റ് ആയി. ഞാൻ വിചാരിച്ചത് കൂടി ഇല്ല സർജറി ചെയ്യേണ്ടി വരുമെന്ന്. അത് സർജറി ചെയ്യേണ്ടി വന്നു ലാസ്റ്റ്. പിറ്റേ കല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. പിന്നെ അത് ചിലപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് മാറാനൊക്കെ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് സർജറി സമയത്തൊക്കെയാണ് മനസ്സിലായത് കേട്ടോ. എല്ലാവരും ബാക്കിയുള്ളവർക്ക് പറയുമ്പോൾ നിസ്സാരം. അവർക്ക് വേറെ ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർ പറയുമല്ലോ വേറെ റിസ്കിലോട്ട് പോകുന്നതിന് മുന്നേ ഇത് സർജറി ചെയ്ത് എടുത്ത് മാറ്റുന്നത് നല്ലെന്ന് പറയുമ്പോൾ ഞാനും എല്ലാവരും വിചാരിക്കുന്നു പറഞ്ഞാലും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ജീവനും കൂടെ കണക്കിലാക്കിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.